ഹായ് ഗേസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം ഗേസ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് ലാസ്റ്റ് വ്ളോഗ് നമ്മളിട്ട് നമ്മളൊരു വീട് വാങ്ങിയതാണ്. അപ്പോൾ ആ ഒരു വീട് ഇട്ടതിന് ശേഷം എന്നെ കാണുന്നവർ ഒരുപാട് കമൻസും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രോ വീടിൻ്റെ അപ്ഡേഷൻ എന്തായി, അവിടെ താമസമാവാറായോ, അതോ ഇനി വീട്ടിൽ എന്തെങ്കിലും പണി കിടക്കുന്നുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എന്നെ കാണുന്നവരും എന്നെ അറിയാവുന്നവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ അതിനൊരു അപ്ഡേഷനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ ആണ്. നമ്മളെ വീടിൻ്റെ പരിപാടി എന്തായെന്ന് ഞാൻ ജസ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. കുറച്ച് നാളായി വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്, അപ്പോൾ അതിൻ്റേതായ ഒരു പോരായ്മകൾ ഈ ഒരു വീഡിയോയിൽ കാണും. കാര്യം സംസാരിക്കാനൊക്കെ ഇപ്പോൾ ഒരു കാര്യം കുറച്ച് നേരം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാനുള്ളൊരു ഇതൊന്നും എനിക്കിപ്പോൾ വരുന്നില്ല. വിൽക്കുന്നുണ്ട്. ഇതിനെ രണ്ടാം മൂന്നാമത്തെ ടേക്കാണ് എടുക്കുന്നത്. കേസ് അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ബാ കേസ് അപ്പോൾ നമ്മുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സാധനങ്ങളൊക്കെ ഇറക്കി ഇട്ടേക്കുവാണ്. ഞാൻ കാണിച്ചു തരാം വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. അതായത് പഴയ വീട് നിങ്ങൾ എന്തായാലും കണ്ടു കാണുമല്ലോ. അപ്പോൾ നമ്മുടെ പുതിയ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതായത് നമ്മൾ ഇത് ഒറ്റ ഫ്ലോറേ ഉണ്ടായിരുന്നുള്ളൂ. മേളിൽ ഇപ്പോൾ ചെറുതായിട്ട് നമ്മളൊരു ചെറിയൊരു ഫ്ലോറും കൂടെ ചെയ്യുന്നുണ്ട്. നമ്മൾ വാങ്ങിയ വീടാണല്ലോ. അപ്പോൾ വാങ്ങിയ വീട് നമ്മുടെ ഇഷ്ടത്തിനല്ലല്ലോ ഇത് പണിഞ്ഞത്. അപ്പം മുകളിൽ നമ്മുടെ ഇഷ്ടത്തിന് ഒരു ഫ്ലോറും കൂടെ ഞാൻ പണിയുന്നുണ്ട്. അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ മേലെത്തിയിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ ആയിട്ട് ഈ സൈഡ് കാണിച്ചു തരാം. ഇതാണ് സൈഡ്. അതുപോലെ 4 സൈഡും കാണിച്ചു തരാം. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് കേട്ടോ. അത്യാവശ്യം ഇപ്പം ഇച്ചിരി വീടിന് ഇച്ചിരി കൂടെ വലിയ സൈസായാണ്. ഇപ്പം എന്തിനാണ് തോന്നുന്നത്? നീ അന്ന് ഫസ്റ്റ് വീട് കണ്ടതല്ലായിരുന്നു? എന്ന് വെച്ചാൽ പെട്ടെന്ന് പണി തീർന്ന പോലെ, എന്ന് വെച്ചാൽ പെട്ടെന്ന് ഭയങ്കര സ്പീഡായിരുന്നു. പെട്ടെന്ന് കയറിയല്ലേ? പെട്ടെന്ന് രണ്ടാമത്തെ കയറി. തക്കുട് പറഞ്ഞ പോലെ പെട്ടെന്നാണ് വീടിൻ്റെ പണികൾ ഷടപടയെന്ന് പറഞ്ഞാണ് പണിയും കാര്യങ്ങളൊക്കെ തീർന്നത്. ഏകദേശം ഒരു 2 ആഴ്ച ആയതേ ഉള്ളൂ വീട് പണി തുടങ്ങിയിട്ട്. അതിനിടയ്ക്ക് ഏകദേശം ഈ ഒരു മട്ടത്തിലായി പണിയൊക്കെ. അനീഷ് ഏട്ടൻ എന്നാണ് കണ്ട പേരെന്ന് തോന്നുന്നു കോൺട്രാക്ടറിൻ്റെ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അപ്പായിട്ട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാം. താഴത്തെ റൂമിലും കാര്യങ്ങളൊന്നും പണി ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇതെല്ലാം നമ്മുടെ പഴയ വീട് തന്നെയാണ്. അടുക്കള, അതുപോലെ റൂം കാര്യങ്ങൾ താഴെ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇവിടെ ആയിട്ട് തട്ടടിച്ചിട്ടുണ്ടായിരുന്നു. ആ തട്ടിപ്പോഴും ഇതുപോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മേളിലോട്ട് പോവാം. നമ്മൾ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ പുതിയ ഫ്ലോറിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് കയറി വരുമ്പോഴുള്ള ഏരിയ. ഇവിടെ ആയിട്ട് നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് പോകാനുള്ള ഒരു സ്റ്റെയർ പണിത് വരുന്നുണ്ട്. സ്റ്റെയറിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. ഇതുവരെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നേ ഉള്ളൂ. ഇത് തട്ടടിച്ച് വെച്ചേക്കുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ആയിട്ട് കയറുമ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ. ഇവിടെ ഞാനൊരു സ്റ്റുഡിയോ പണിയാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഉമ്മായും പാപ്പായൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങളിലോട്ട് ഞാൻ വരാം. എന്നിട്ട് വെയിറ്റ്. ഇവിടെ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ സ്റ്റുഡിയോയുടെ ഇവിടെ തന്നെ ഒരു ബാത്റൂം ഉണ്ട്. ഇവിടെ ആയിട്ട് ചെറിയൊരു ഓഫീസ് റൂം പോലെ ഞാൻ പണിയുന്നുണ്ട്. ഓഫീസ് റൂം ചെറുതാണ്. ഇത് ജസ്റ്റ് അയക്കുന്നു ഇപ്പോൾ സംസാരിക്കാനേ. അവിടെ ആയിട്ട് ചെറിയതായിട്ട് നമുക്ക് എന്താണ് ഒരു PC ഒക്കെ വയ്ക്കാനുള്ള ചെറിയ റൂമാണ് ഓഫീസ് റൂം. ഇത് ബാത്റൂം, ഇത് സ്റ്റുഡിയോ. അടുത്ത് കാണിച്ചാൽ അവിടെ നിന്ന് ഇങ്ങനെ കയറുമ്പോഴത്തേക്കും ഇതെൻ്റെ ബെഡ്റൂമാണ്. ഇവിടെ ഒരു ബെഡ്റൂം നമ്മൾ പണിയുന്നുണ്ട്. ഇവിടെ ആയിട്ട് ചെറിയൊരു ബേബി വിൻഡോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ബാത്റൂം, അതുപോലെ ഇവിടെ ഡ്രസ്സിങ് ഏരിയ, ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മുടെ ബാൽക്കണി. ഇതാണ് നമ്മുടെ ബാൽക്കണി. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാൽക്കണിയാണ്. ഇവിടെയും പണിയൊക്കെ ഇതുവരെ ആയി. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ മേളിലും കൂടെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വ്യൂ ആയിരിക്കും. ഇവിടെയും പണി നടന്നുകൊണ്ടിരിക്കുന്നത് ലിൻഡിൽ വാർപ്പ് അങ്ങനെയാണ് പറയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ലിൻഡിൽ വാർപ്പ് വരെ ആയിട്ടുണ്ട്. നമ്മുടെ മറ്റേ വീടിൻ്റെ ഒരു ഫ്ലോറും കൂടെ നമ്മൾ നമ്മുടേതായ ഇഷ്ടത്തിൽ കെട്ടി പൊക്കുവാണ്. ഇവരിലോട്ടൊക്കെ ഞാൻ ഇപ്പോൾ വരാം. മൈക്ക് താഴെ ഇരിക്കുന്നത് എടുത്തോണ്ട് വരട്ടെ. വീട് പണി ഇതുവരെ ആയിട്ടുണ്ട്. ഏകദേശം 2 ആഴ്ച ആയി തോന്നുന്നു അല്ലേ അപ്പം? നമ്മൾ ഏകദേശം 2 ആഴ്ച ആയി പണി തുടങ്ങിയിട്ട്. ഇതുവരെ ആയിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് അധികം വന്നിട്ടില്ല. ഞാൻ രാത്രി അല്ലെങ്കിൽ വൈകിട്ട് ഞാൻ ജിമ്മിലൊക്കെ പോയിട്ട് ഞാനും ഉമ്മയും കൂടി ജസ്റ്റ് വീട് കാണാൻ വരെയുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിയത് വാപ്പയാണ്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? നമ്മുടെ വീട് ഇപ്പോൾ ഇതുവരെ ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മളെ പണി ലിൻഡിൽ മട്ടമായിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ മേലെ 4 വരെയും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ അടുത്ത വാർപ്പാവും. ഇതുവരെ പണിക്കാരെല്ലാം നല്ല രീതിയിൽ സ്പീഡിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. നമ്മൾ പണിയെടുത്ത അനീഷ് എന്നാണ് പേര്. അനീഷ്, തർട്ടയിലുള്ള അനീഷിനാണ് പണി കൊടുത്തേക്കുന്നത്. നല്ല വൃത്തിയുള്ള പണിയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് സത്യം പറഞ്ഞാൽ ഒരു 2 ആഴ്ച കൊണ്ട് ഞാൻ ഇന്നലെയൊക്കെ വന്ന് വീട് കണ്ട സമയത്ത് ഞാനൊക്കെ അല്ലേ, നമ്മൾ ആദ്യം വീട് കാണുന്ന സമയത്ത് ഓരോ ദിവസം നല്ല രീതിക്ക് പണി പെട്ടെന്നാണ് പണി തീരുന്നത്. അപ്പം നമ്മളെ സംസാരിച്ചിട്ട് കൊണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ പണി ഇതുവരെ ആയിട്ടുണ്ട്. ഇനി അടുത്ത് എന്തിനാണ്? ഇനി വാർക്കുമല്ലേ? ഇത് കെട്ടി വാർത്ത് അതിന് മേളിൽ പിന്നെ ഇതുപോലെ ടവർ കെട്ടും. ടവർ കെട്ടി മൊത്തം പൂശി
റെഡിയാക്കി തരുന്നതാണ് പുള്ളിക്കാരൻ്റെ പണി. അപ്പോൾ അതുപോലുള്ള പണി എല്ലായിടത്തും ചെയ്യുന്ന പണത്തിൽ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പുള്ളിയെ പറ്റി. നമ്മൾ കുറച്ചുപേരെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് നമ്മൾ ഓക്കെ ആയിട്ടുള്ളൊരു ഇതിലാണ് ചെയ്തത്. അപ്പം ഇനി ഇന്ന് പണിയുണ്ടായിരുന്നു. ഇന്ന് ജസ്റ്റ് അവർ വന്നു, ജോലിക്കാർ വന്നു. പക്ഷേ നല്ല മഴയായതുകൊണ്ട് ഇന്ന് പണിയില്ലായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഒരു ഇത് കിട്ടിയപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുക്കണേ. എല്ലാവരും ചോദിക്കുന്നുണ്ട് വീട് പണി എന്തായി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷനാണിത്. ഇനി ചിലപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നത് ചിലപ്പോൾ വീട് പണി കഴിഞ്ഞിട്ടായിരിക്കും. യൂട്യൂബിൽ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ യൂട്യൂബിൽ അങ്ങനെ അധികം ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല. എന്തായാലും ഇതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് ഇതായിട്ട് യൂട്യൂബിൽ വീണ്ടും പഴയ പോലെ ആക്റ്റീവായിട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഉമ്മാരുടെ അടുത്ത് ചോദിച്ചു നോക്കാം. ഉമ്മത ഇവിടെ ക്യാമറയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ക്യാമറ കേളാണ്. ഉമ്മക്ക് എന്താണ് പറയാനുള്ളത്? സന്തോഷം. എന്താണ് ഈ ഒരു നിമിഷത്തിൽ ഉമ്മക്ക് പറയാനുള്ളത്? വീട് പണി ഇതുവരെ ആയിട്ടുണ്ട്. നമ്മൾ വീട് മേടിച്ച സമയത്ത് എല്ലാം ഓർമ്മ ഉണ്ടല്ലോ. എന്താണ് ഉമ്മക്ക് പറയാനുള്ളത്? സന്തോഷം. ഏറെ സന്തോഷം മാത്രമേ ഉള്ളൂ. അല്ല, ഇത്രയൊക്കെ ആയല്ലേ, ഇത്രയൊന്നും ആവുമെന്ന് വിചാരിച്ചില്ല. ഞാനും ഉമ്മ ഇങ്ങനെ നമ്മളിങ്ങനെ സംസാരിക്കും. അതായത് നമ്മള് അല്ലേ, നമ്മൾ അത്ഭുതമാണ്. നമുക്ക് ആ ഒരു ചെറിയൊരു വീട്ടിൽ നിന്നല്ലേ നമ്മളൊരു വീട് വാങ്ങി അതിൻ്റെ മേളിൽ നമ്മുടെ ഇഷ്ടത്തിന് പണിത് ഇനി ഇതെല്ലാം പണി തീർന്ന് വരുമ്പോൾ പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ അനീഷ് ചേട്ടനെ പറഞ്ഞ കണക്ക് നമ്മുടെ വീടിൻ്റെ അതായത് ബാക്കി പ്ലാൻസും കാര്യങ്ങളെല്ലാം സിദാൻ എന്ന് പറയുന്നൊരു പയ്യനും അതുപോലെ അവൻ്റെ ഒരു പാർട്ണറുണ്ട്. അവരുടെ ഇത് എന്താണ് കറക്റ്റ് പേര് ഞാൻ മറന്നു. അത് ഞാൻ ഇവിടെ ഇതിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അവരാണ് നമ്മുടെ വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് പണി ചെയ്ത് വരുമ്പം എങ്ങനെ ഇരിക്കും എന്നുള്ള ഇത് പ്ലാന് മുതൽ അതിൻ്റെ 3D കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തന്നെ. ഞാൻ ഒരു ദിവസം സ്റ്റോറി ഇട്ടായിരുന്നു, അങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്തതാണ്. പക്ഷേ അവന്മാർ അടിപൊളി ഭയങ്കര മനുഷ്യന്മാരും. അവന്മാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീട് നോക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. വീട് നോക്കി അവർ വന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഡിജിറ്റൽ പരമായിട്ട് വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വീട് പണി കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഫോട്ടോയും 3Dയും കാര്യങ്ങളും എല്ലാം ഇൻറ്റീരിയർ ഡിസൈൻസ് കാര്യങ്ങളെല്ലാം അവന്മാരാണ് ചെയ്തു തരുന്നത്. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അവന്മാരെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അവന്മാരെ ആലപ്പുഴയാണ് അവന്മാരെ സ്ഥലവും തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം. എന്തായാലും അവന്മാരെ ഞാൻ എന്തായാലും വീട് പണി തീരുന്ന സമയത്ത് അവന്മാരെ ഇവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ നമ്മുടെ കോൺട്രാക്ടറിനെ കാണിച്ചു തരാം. കാര്യം അവരെയൊക്കെ കാണിക്കണം. ഞാൻ ഒരു ദിവസം എല്ലാവരും ഉള്ളപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്ന് ഇങ്ങനൊരു സമയം കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ വന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഇപ്പോഴത്തെ അപ്ഡേഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഈ സമയം നമ്മുടെ വീട്ടിൻ്റെ മേളിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇത് നമ്മുടെ സ്റ്റുഡിയോ, അവിടെ ബാത്റൂം, അതിൻ്റെ അവിടെ നമ്മുടെ ഓഫീസ്, പിന്നെ ഇവിടുന്ന് സ്റ്റെയർ കയറി വരുമ്പോഴത്തേക്ക് ഹാള്, അത് കഴിഞ്ഞാൽ അവിടെ ഒരു ബെഡ്റൂം, അത് ബാത്റൂം, അതിനുശേഷം ഇവിടെ ആയിട്ട് ഡ്രസ്സിങ് റൂം. ഇതാണ് നമ്മുടെ മേളത്തെ നില വരുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിക്കഴിഞ്ഞാൽ സീനാണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഗൈസ്. ഇതിൻ്റെ മേളിൽ ടെറസ് വരുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതുപോലെ നിങ്ങൾക്ക് ഈ വീടിൻ്റെ പരമായിട്ട് നിങ്ങൾക്ക് ഇൻറ്റീരിയറോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊളാബറേഷനോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് അതായത് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും കൊളാബറേഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് നല്ല രീതിക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബ് ആയാലും ചെയ്യാൻ. കാര്യം നമ്മളെന്തായാലും ഇത് ചെയ്യുന്നുണ്ട്, ഇതുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ചെയ്യും. അപ്പം നിങ്ങൾക്കും അതൊരു കുറച്ച് ആൾക്കാരിലോട്ട് ഈ ഒരു സാധനം എത്തിക്കാനും പറ്റും. അതുപോലെ നമുക്കും അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരു നമ്പർ ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്തിട്ട് നമുക്കത് അടിപൊളിയായിട്ട് ചെയ്യാം ഗീസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇനി നമ്മൾ എന്തായാലും വീട് പണി തീർന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ പണിയോ അല്ലെങ്കിൽ അപ്ഡേഷൻസ് ആയിട്ട് നമ്മൾ ഇനിയും വരാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നുണ്ട്. എല്ലാവർക്കും വൈകിയ ലെവൽ ടാറ്റാ.